ദുരന്തമുണ്ടായപ്പോൾ ആ സമയത്ത് അതിജീവനത്തിൻ്റെ മാതൃകയായ ഒരു 7ാം ക്ലാസ്സുകാരി ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ, ഹനോഫ്. അവളുടെ കൂട്ടുകാരികളെല്ലാം ദുരന്തമെടുത്തപ്പോൾ അവൾ അതിനെ അതിജീവിച്ചത് അവിടെ വന്ന രക്ഷാപ്രവർത്തകർക്കെല്ലാം ചായ നൽകിയായിരുന്നു. ഹനോഫ് എനിക്കൊപ്പമുണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മോളെ നമ്മൾ കാണുന്ന സമയത്ത്, അന്ന് ആ ഉരുൾ ഉണ്ടായിരുന്ന സമയത്താണ് മോളെ കണ്ടത്. അന്ന് ചായ കൊടുക്കുകയായിരുന്നു മോൾ. അന്ന് വലിയ സങ്കടത്തിലായിരുന്നു കുഞ്ഞെന്നറിയാം. പിന്നീട് എങ്ങനെ പുതിയ സ്കൂളൊക്കെ മാറി പുതിയ സ്കൂളിലൊക്കെ എത്തി, എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു വർഷം? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പല കൂട്ടുകാരും വീടുകൾ പല സ്ഥലത്തായതുകൊണ്ട് പല സ്കൂളിലേക്ക് മാറി. പിന്നെ വേറെ പുതിയ കൂട്ടുകാർ വരികയും ചെയ്തു. അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സിൻ്റെ പോലത്തെ ടീച്ചേഴ്സ് ഇപ്പം കുറച്ച് 2-3-4 ടീച്ചേഴ്സ് പുതിയതായി വരികയും ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് വെള്ളാർമല സ്കൂളിൽ? മൊത്തമായി നമ്മൾ മേപ്പാടിയിലേക്കാണ് പോയത് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്കൂളായോ? സ്കൂൾ കെട്ടിടം, പുതിയൊരു കെട്ടിടം അവിടെ ഉയർന്നിട്ടുണ്ട്. പുതിയ കെട്ടിടം, ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട്. പുതിയ ക്ലാസ് റൂമുകളാണ്, അതിൻ്റെ അകത്ത് പുതിയ സ്മാർട്ട് ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ ബെഞ്ചുകൾ, അങ്ങനെ പുതിയ എല്ലാതും നല്ല സാധനങ്ങളായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയുണ്ടായിരുന്നു? പഠനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 7ാം ക്ലാസ്സിലൊക്കെ എങ്ങനെ പഠിച്ചു? USS ഒക്കെ എഴുതിയിരുന്നല്ലോ. ആദ്യം പഠനം നടത്തുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ കുറച്ച് പഠിച്ച് ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് അതിജീവിച്ച് വരണം എന്നുള്ളൊരു ഇതിൽ പഠിച്ചു. USS ലഭിച്ചു. ഞങ്ങൾ 4 പേർക്ക് ലഭിച്ചു. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാമിനാഥൻ ഫൗണ്ടേഷനിലൊരു സംഘടന ഞങ്ങൾക്ക് ഒരു ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും തന്നു. ഇപ്പം കാക്ക, ഉമ്മ, പാപ്പ? കാക്ക ഇനി ITA ഒക്കെ അങ്ങനെ കുറച്ച് കോഴ്സുകൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ താത്ത ഇപ്പം ഒരു അക്ഷയ പോലത്തെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും, ഉപ്പക്ക് ഇപ്പോൾ വണ്ടിയിലൊരു പണിയൊന്നും ഇല്ലല്ലോ ഇപ്പം. ഓരോരുത്തരും പല രീതിയിലാണ് ഈ ദുരന്തത്തെയൊക്കെ അതിജീവിച്ചത്. ഈ ഹനോഫ്, എനിക്കൊരു വ്യക്തിപരമായ ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ഒരു വർഷമായി എൻ്റെ ഒരു മോളാണ് ഹനോഫ് എന്ന് പറയാം അല്ലേ? അതെ. അങ്ങനെ ഒരാൾ കൂടിയാണ്. അപ്പോൾ USS ഒക്കെ നേടി നല്ല മിടുക്കിയായി പഠിച്ചുകൊണ്ട് പുതിയ സ്കൂളിൽ പോകുന്നുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 വയനാട്.